എന്തെല്ലാം ചെയ്യണം. മനുഷ്യൻ്റെ നടുവൊടിഞ്ഞു. എന്നാ വീട്ടിലെങ്കിലും എന്തെങ്കിലും സഹായം. ഏഹേ, ഇതൊക്കെ ആരോട് പറയാം, ആര് കേൾക്കാം. എൻ്റെ വിധി അല്ലാണ്ട് തന്നെ. ഓ, നീ അരി അടപ്പ് വെച്ചാൽ അതിന് വേണ്ടി പോയി കാണുമോ? ഛേ, ഈ നാശം പിടിച്ച കോഴിയൊക്കെ പറമ്പിലെങ്ങനെ പോയി തോറിക്കൂടെ? വാതിക്കലെല്ലാം വൃത്തികേടാക്കി വെക്കാനായിട്ട്. നല്ല വനമാല. ഇത്തിരി വെള്ളം ഇങ്ങടി. കഷ്ടപ്പെട്ടിട്ട് വന്നത്. നിങ്ങൾ എങ്ങനെ ഈ കൊച്ചു പിള്ളേരുടെ കൂടെ ചൂണ്ടയിട്ട് തുപ്പിലോട്ടും പിടിച്ച് നടന്നു? ഒരു പണിക്കും പോരുത്, വീട്ടുകാരെ കൊണ്ടുവരുന്നു പറയിപ്പിക്കാനായിട്ട്. എന്റെ പൊന്നാശേ, നീ ഇങ്ങനെ കിടന്ന് ചാടാതാ. ഈ വർഷത്തെ പൂജാ പമ്പർ നമുക്കല്ലേ. നീ പോരുന്നു അങ്ങോട്ട്. ഇപ്പൊ വന്നാലേ വരേനെ പിടിക്കുന്ന കാണിച്ചു തരാം. നിങ്ങളുടെ പറയിപ്പിക്കരുത്. ചേച്ചി, എന്തോ ചേച്ചി എന്റെ പാസ്ബുക്ക് എടുത്തേ. നേരത്തെ എന്തിനാണ് ഇപ്പൊ പാസ്ബുക്ക്? അപ്പുറത്തെ രമ ചേച്ചി ചോദിച്ചായിരുന്നു. ചോറൊന്നും ആയില്ലല്ലോടാ, നീ എന്തിനാ നേരത്തെ വന്നേ? ഞാൻ ഇവിടെ അടുത്തൊരു ഓട്ടം വന്നപ്പോ കയറി ചേച്ചി. അളിയനവിടെ പോയി. ചൂണ്ടക്കോഴിയായിട്ട് പോയിട്ടുണ്ട്. അളിയനെ പറ്റിയ പണി തന്നെ. ചേച്ചി ആ പാസ്ബുക്ക് എടുത്തേ. പോയില്ലോടാ? ഞാൻ ഇവിടെ അടുത്തൊരു ഓട്ടം വന്നപ്പോ കയറിയതാ. ഇനിയിപ്പോ കഴിച്ചിട്ടങ്ങ് പോകാൻ വിചാരിച്ചു. നീ ആ കുട്ടനെ ഒന്ന് വിളിക്കണേ. അവനിപ്പോ എന്നോട് പറഞ്ഞ നിന്റെ നമ്പർ ഇല്ല, എന്തോ ഓട്ടത്തിന്റെ കാര്യം മറ്റോ. ഞാൻ വിളിച്ചോളാം. പാസ്ബുക്ക് എന്നാടാ? എന്തിനാ പാസ്ബുക്ക് ഇപ്പൊ? എന്തിനാ പാസ്ബുക്ക്? അപ്പുറത്തെ രമ ചേച്ചി ചോദിച്ചായിരുന്നു. അമ്പലത്തിലെ നോട്ടീസൊക്കെ വന്നോ? എന്തോടി മോളെ, ചോറ് വെന്തോ? ചോറൊന്ന് വാർത്തിട്ടായിരുന്നു, ചെറുപ്പം ചോറ് കൊടുക്കായിരുന്നു. സുനിൽ എവിടെ പോയി? ചൂണ്ടയായിട്ട് പോയിട്ടുണ്ട്. അച്ഛനെ ഇതിപ്പോ എത്തി. കുറച്ചു നേരമായി. വരുമ്പോ മീൻ പിടിക്കാൻ പോയിട്ട് വല്ലതും കിട്ടിയോ? ഇല്ല അച്ഛാ, ഇന്നും നല്ല കൊത്തുണ്ടായിരുന്നു. തീറ്റയെ എടുത്ത് കടന്നു കളഞ്ഞു. അപ്പൊ ഇന്നും കൊത്തി. അതൊക്കെ വിട്, അച്ഛൻ പോയ കാര്യം എന്തായി? ഇന്നും ആ മാനേജർ വന്നിട്ടില്ലേ? ഇത് വല്ലതും നടക്കുവോ? വരുമാനെ ആകെ ഒരു 6 സെന്റ് സ്ഥലമാ ഉള്ളത്, അതും പോയി കിട്ടൂടാ. അച്ഛൻ ആദ്യം എന്നെ ഒന്ന് വിശ്വസിക്കേ. അതെ അതെ, എന്നിട്ട് നേരത്തെ തുടങ്ങിയ ബിസിനസ് ഒക്കെ എന്ത് ചെയ്യും? അത് പിന്നെ ട്രെൻഡ് മാറുന്നതിനനുസരിച്ച് ബിസിനസ് മാറണം. അപ്പോ പുതിയ ട്രെൻഡ് വരുമ്പം ഇതിന്റെ അവസ്ഥയും സ്വാഹ. അച്ഛൻ വെറുതെ പൈസ ഒന്നും കൊടുക്കണ്ട, വെറുതെ ആ വസ്തു കൈവിട്ട് പോവുള്ളൂ. ഇങ്ങനെ അതെല്ലാം കൊണ്ട് നശിപ്പിക്കുള്ളൂ. അരുണേ, നീ ലോകത്തൊന്നല്ലയോ? സമയം കഴിക്കെടുത്തു. ഹലോ, നീ ഇതെവിടാ? ഒന്ന് വേഗം വാടാ, എനിക്ക് നല്ല പേടിയാവുന്നു. നീ ഒന്ന് പെട്ടെന്ന് വാ. നീ ഇത് ബാഗൊക്കെ ആയിട്ട് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. എന്താ നീ അല്ലേ പറഞ്ഞത് ഇറങ്ങി പോന്നോ നോക്കിക്കോളാന്നൊക്കെ? പറഞ്ഞു പോയല്ലേ? എന്താ ആ ആവേശം ഇപ്പൊ ഇല്ലയോ? നീ ഇങ്ങനൊക്കെ വന്ന് പറഞ്ഞ ഞാൻ എന്ത് ചെയ്യുന്നത്? ഞാൻ എന്തായാലും ഇനി തിരിച്ച് വീട്ടിലോട്ടൊന്നും ഇല്ല.
ആശാനെ എന്താ മൊത്തം പണിയായ ആശാനെ അവൾ ഇറങ്ങി വന്നിക്കോ എവിടുന്ന് ബാഗൊക്കെ ആയിട്ട് കല്യാണം കഴിക്കണമെന്ന് പറയുന്നു. കല്യാണോ? എങ്കിൽ കെട്ടി വീട്ടിൽ വിളിച്ചോണ്ട് പോടാ. അച്ഛനും വളരെ കൊല്ലും. ഇപ്പോഴല്ല, നേരത്തെ ആലോചിക്കണമായിരുന്നു. ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നു? നീ ഒരു കാര്യം ചെയ്യും, അമ്പലത്തൊക്കെ വിട്ടു. ആ 2 തുളസിമാരമായിട്ട് പോയിച്ച് കൊണ്ട് കെട്ടി വീട്ടിലാണ് കൊണ്ടുവന്നു. ഞാൻ കാർ കൊണ്ടുവരാം. നീ ഒരു കാര്യം ചെയ്യും, ഇതും വിട്ടു. ഇതിനെ ഇപ്പൊ ഇവിടെ റോഡിൽ നിർത്താൻ പറ്റുമോ? നീ വിട്ടു വിട്ടു വിട്ടു. നീ ആശേ ആശേ നിന്റെ പുന്നാരാങ്ങൾ ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് വന്നേക്കുന്നടി. ഈ ആശേ ഓ എന്നതാ? മനുഷ്യ ഇങ്ങോട്ടൊന്ന് വന്നേ. ഇത് ഞാൻ സ്നേഹിച്ച പെണ്ണ. നീ എന്താ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്ന? അച്ഛാ അച്ഛനൊന്നും പറയാനില്ലേ? ഞാനെന്തോ പറയാനാ? തല്ലി ഇറക്കി ഇവിടെ അച്ഛാ ഇവരാ. മരുമാനെ, മോളെ നിന്റെ പേരെന്താടി? ജ്യോതി. എവിടാ വീട്? ചെങ്ങന്നൂര്. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അമ്മയുണ്ട്, അച്ഛൻ ഗൾഫിലാണ്. ക്രോസ് വിസ്താരമൊക്കെ പിന്നെ നടത്താം. നാട്ടുകാരെ കൊണ്ട് പറയിക്കതാ, കൊച്ചിനെ വിളിച്ചകത്ത് കൊണ്ടുപോകും. നിക്ക് നിക്ക് നിക്ക്, ഞാനിപ്പോ വരാം. എന്തുവാ ആശേ ഇത്? നിങ്ങളൊന്നും മിണ്ടായിരുന്നു മനുഷ്യ. മോളെ, നീ വീട്ടിൽ പറഞ്ഞിട്ടാണോ ഈ വരുന്നത്, അതോ ആരും അറിയാതെയുള്ള വരവാണോ? ഓ പിന്നെ നോട്ടീസ് അടിച്ചിട്ടല്ലേ ഒളിച്ചോടാൻ പോകുന്ന? അച്ഛാ കണ്ടാലേ അറിയൂ ഉടായിപ്പായിരിക്കുന്നേ. അമ്മയ്ക്ക് കാര്യമൊക്കെ അറിയാം, പക്ഷേ വരുന്ന കാര്യം ഞാൻ പറഞ്ഞില്ല. അപ്പൊ അച്ഛനോ? അച്ഛനൊന്നും അറിയത്തില്ല. അപ്പൊ മോളൊരു കാര്യം ചെയ്യ്, 2 പേരെയും വിളിച്ച് കാര്യം പറ. ഉം. ഇപ്പൊ വേണ്ട, 10 മിനിറ്റ് കഴിഞ്ഞ് മതി. നിങ്ങൾ ഇപ്പൊ ഒന്ന് റിലാക്സ് ചെയ്യൂ. അളിയ ഒരു മിനിറ്റ്. എന്താ അളിയാ? അളിയ ഇത് പണിയാവും. അളിയ ലൈഫിൽ നിന്ന് സെറ്റായിട്ട് മതി കല്യാണമൊക്കെ. ഞങ്ങൾ അളിയൻ്റെ ലൈഫ് ശല്യപ്പെടുത്തായിരുന്നാ പോരെ? എന്നാലും അളിയ ഒരെന്നാലും ഇല്ല അളിയ. അത്രയ്ക്ക് ഇതാണ്, ഞങ്ങൾ വേറെ വീട് വെച്ച് മാറിക്കോളാം. ആ വസ്തുവിലോ? അപ്പൊ എന്റെ ലോൺ ചത്താലും ഞാൻ സമ്മതിക്കുകയല്ലടാ. എന്താ എന്നതാ കാര്യം പറ. ആ പെണ്ണിനെ ഒരുപാട് ബന്ധത്തെ ആൾക്കാരൊക്കെ ഉള്ള ഇത് വലിയ പ്രശ്നമാവും. ഓ എന്ത് പ്രശ്നം? അവനത് വേണ്ട രീതിക്ക് കൈകാര്യം ചെയ്തോളും. നിങ്ങൾ അത് ഓർത്ത് വിഷമിക്കുന്നു. ഇനി എന്നാലും ഞാൻ അവൻ്റെ അളിയനല്ലേ? ഓ പിന്നെ നിങ്ങളെ കാട്ടി കാര്യം ഒരു അവനുണ്ട്. നിങ്ങളൊന്ന് പോ മനുഷ്യൻ. അപ്പൊ എന്നെ വീട്ടിൽ വിളിക്കരുത്. അപ്പൊ വിളിച്ചു. മോളെന്താ പഠിക്കുവാണോ? അതെ അമ്മ, എവിടെ പഠിക്കുന്നേ? ചെങ്ങന്നൂര് തന്നെ. അല്ല കുട്ടി വീട്ടിൽ വിളിക്കുന്നെന്ന് പറഞ്ഞിട്ട് വിളിച്ചില്ലേ ഇതുവരെ? ആ ചേട്ടാ വിളിക്കാം. കുട്ടിയുടെ അച്ഛനോട് വേണേ കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ച് രമ്യതയിലാക്കി. ഓ അത് വേണ്ട, അത് അവര് തീർക്കട്ടെന്നേ. ഓ ഞാൻ ഒരു സഹായം ചെയ്യാൻ നോർത്തു, അത്രേ ഉള്ളൂ. ജ്യോതി, നീ അമ്മയെ വിളിച്ച് കാര്യം പറ. ഞാൻ എന്തോ പറയും? എന്താന്ന് വെച്ചാ പറ. അത് അപ്പൊ ഓർക്കണമായിരുന്നു. അളിയ അളിയൻ്റെ കാര്യം നോക്കും. അതെ ഇപ്പൊ അറിയത്തില്ല അളിയാ, പിന്നീടില്ല പിന്നീട് പഠിച്ചോളൂ. സുനിലേ, നീ എന്തിനാ ഇപ്പൊ അതിനിടയ്ക്ക് കയറുന്നത്? അത് അവര് തീർത്തോളൂ. ഞാൻ എല്ലാവരോടുമായിട്ട് ഒരു കാര്യം പറയട്ടെ. എന്താ പറ. എൻ്റെ അമ്മ പറഞ്ഞിട്ടാ ഞാൻ അരുണിൻ്റെ കൂടെ ഇറങ്ങി വന്നത്. എൻ്റെ അച്ഛൻ ഗൾഫിൽ ഒരു ജയിലില. ആ ബെസ്റ്റ്. അച്ഛാ ഇത് വല്ല മോഷണോ പീഡനോ ആയിരിക്കും. നീ ഒന്നും മിണ്ടായിരുന്നേ. അച്ഛാ ഈ പെണ്ണൊക്കെ എന്ത് വിശ്വസിച്ച് വീട്ടിൽ നിർത്തും? ഒന്നും അടിച്ചോണ്ട് പോകത്തില്ലെന്ന് എന്താ ഇത്ര ഉറപ്പ്? അതൊന്നും അല്ല, എൻ്റെ അച്ഛൻ ഓടിച്ച വണ്ടി ഇടിച്ച് ഒരാൾ മരിച്ചു. ആ മരിച്ച ആളുടെ ബന്ധുക്കൾ കൊണ്ടുവന്ന് കേസ് കൊടുത്തു. അങ്ങനെ എൻ്റെ അച്ഛൻ ഇപ്പൊ അവിടെ ജയിലില്ല. ഞങ്ങളുടെ ബന്ധുക്കൾ എന്നും വീട്ടിൽ വന്ന് ശല്യം ചെയ്യുക, വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്നൊക്കെ പറഞ്ഞോണ്ട്. അതുകൊണ്ട് അമ്മയാ പറഞ്ഞ്
അരുണിന്റെ കൂടെ പോയി രക്ഷപ്പെടാൻ. അങ്ങനെയാ വന്നേ, അല്ലാതെ ഞാൻ കള്ളിയൊന്നുമല്ല. അതൊക്കെ പോട്ടെ, സാരമില്ല, അതൊക്കെ പഴയ കഥകളല്ലേ. മോളൊരു കാര്യം ചെയ്യ്, ഡ്രസ്സും ഒക്കെ മാറി പോയി വല്ലതും എടുത്ത് കഴിച്ചാട്ടെ. ഡേ, പിള്ളേർക്ക് വല്ലതും എടുത്ത് കൊടുത്താ. അച്ഛാ, എന്താടാ നീ ഇങ്ങ് വന്നേ, നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ലോണിന്റെ കാര്യമായിരിക്കും. കള്ളനായിൻ്റെ മോനെ, മര്യാദയ്ക്കാണെങ്കിൽ മര്യാദയ്ക്ക്. എൻ്റെ കൊച്ചിനെ കെട്ടിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും നാളും ക്ഷമിച്ചു തന്നത്, അറിയാമോ? നീ എന്താ കരുതിയത്? വസ്തു പണയം വെച്ച ലോണും എടുത്ത് നിനക്കങ്ങ് മുങ്ങാമെന്ന്. നിനക്ക് പൈസയും വലിയൊരു കോപ്പുമില്ല, അറിയാം. മര്യാദയ്ക്ക് നിൽക്കാമെങ്കിൽ മാത്രം നിനക്ക് ഇവിടെ നിൽക്കാം. ഇനി നീ ഇവിടെ കിടന്ന് ചാടിയ അപ്പം വരുമാനെ എല്ലാം പറഞ്ഞ പോലെ വന്നാട്ടെ. ഈശ്വരാ, വെക്കുന്ന വെടി മുഴുവൻ ചീറ്റി പോവുകയാണല്ലോ. വരുമാനെ വന്നാട്ട്, അവരെല്ലാം അവിടെ കാത്തിരിക്കുമല്ലോ. എന്റെ അച്ഛൻ ഗൾഫിൽ ഒരു ജയിലില. എന്റെ അച്ഛൻ ഓടിച്ച വണ്ടി ഇടിച്ച് ഒരാൾ മരിച്ചു. ആ മരിച്ച ആളുടെ ബന്ധുക്കൾ കൊണ്ടുവന്ന് കേസ് കൊടുത്തു. അങ്ങനെ എന്റെ അച്ഛൻ ഇപ്പൊ അവിടെ ജയിലില. ഇവളെ വെച്ച് കുറച്ച് പൈസ ഉണ്ടാക്കണം. ഇത് കുറഞ്ഞൊരു 10 ഗ്രൂപ്പിലെങ്കിലും ഒന്ന് ഷെയർ ചെയ്യണം. വിനീതമായി അപേക്ഷിക്കുന്നു. കുറച്ച് വിനിയോഗമൊക്കെ ആവാം.